നന്നാറിയുടെ ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കണം അല്ലേ? സർബത്തുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ നമുക്ക് സർബത്ത് കിട്ടുന്നത്. എനിക്കൊരു തണുപ്പുണ്ട് കേട്ടാ, ഒന്ന് കുടിച്ചു നോക്കട്ടെ. അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് ചൂടത്ത് മിസ്സാക്കാൻ പറ്റാത്ത 3 ഷോപ്പ് ഇട്ടാ. എന്നിട്ടാണ് പറയുന്നത് കുടിക്കോ? നോക്കിയേ, സുന്ദരമായ പുഴ. നമ്മളൊരു സുന്ദരമായ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി പോവാണ്. തൃപ്പൂണിത്തറയ്ക്കാണ് കേട്ടോ പോണത്. നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ 3 സർബത്താണ് 3 കടയിൽ നിന്ന്. ആദ്യം നമ്മൾ പച്ചാളത്താണ് പോയി കഴിച്ചത്. ഇനി നമ്മൾ തൃപ്പൂണിത്തറ. പക്ഷെ തൃപ്പൂണിത്തറത്തെ ഏറ്റവും ലാസ്റ്റ് ഇടുള്ളൂ. രണ്ടാമത്തെ സർബത്ത് നമ്മുടെ വീടിന്റെ അടുത്താണ് കേട്ടാ. പുന്നക്കൽ അമ്പലത്തിന്റെ അടുത്താണ് ആ ഒരു സർബത്ത് കട. ആദ്യത്തെ സർബത്ത് കട നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തൂട്ടാ രണ്ടാമത്തെ കടയിൽ. അപ്പോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോട്ടാ. ഇതാണ് റേറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെന്താ, സോഡ സർബത്ത്, സോഡ സർബത്ത്, സോഡ നാരങ്ങ ഉപ്പ്, ജിഞ്ചർ സോഡ ഉപ്പില് നന്നാറി സിറപ്പ്, മിൽക്ക് സർബത്ത്, മുന്തിരി സോഡ, അതൊക്കെ ഉണ്ടല്ലോ. ചെയ്തേണ്ട എന്താ മേടിക്കണേ? ഞാൻ ജിഞ്ചർ സോഡ. ഫേമസ് അല്ലേ? അതാണ് ഫേമസ്. പിന്നെ എനിക്ക് സാധാരണ ഇത് പറഞ്ഞ ഒരു മിൽക്ക് സർബത്ത് വേണോ? വേണ്ടല്ലേ? സോഡ സർബത്ത് വരെ മോനെ, 2 സോഡ സർബത്ത്, 1 ജിഞ്ചർ സോഡ സർബത്ത്. ഇതിന് ഫുള്ള് കുടിക്കോ? ഇത് നമുക്ക് വേണമെങ്കിൽ മേടിച്ചോണ്ടോ ആട്ടാ. ഇവിടത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതാ. സർബത്ത് ഫുള്ള് കുടിക്കോ? സോഡ സർബത്ത് ഇത്ര പെട്ടെന്ന് റെഡിയായോ? വെച്ചു. എങ്ങനെയുണ്ടെന്ന് പറയാൻ ലക്ഷ്യക്കുട്ട? കൊള്ളാമോ? ചെയ്തിട്ടും കുടിക്കും. ഇവിടത്തെ സ്പെഷ്യൽ അല്ലേ? ജിഞ്ചറിന്റെ 20 നന്നായിട്ട് കുടിക്കും. ഒരു 20 ജിഞ്ചറിന്റെ. ഞാൻ മറ്റേത് കുടിച്ചോട്ടെ. ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കണം അല്ലേ? അവിടെ ഒരു സിപ്പ് എടുക്കട്ടെ. കൊണ്ടുവരാൻ പിടിക്കാം. എങ്ങനെയുണ്ട്? എനിക്ക് എരിവിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത് മധുര. എനിക്കും അതെ. ഇത് വേണോ? ടേസ്റ്റ് കൊടുക്ക്. ഞായറാഴ്ച ഇല്ലല്ലേ? ഉണ്ടോ? ഞങ്ങളൊക്കെ ഓൺലൈൻ നോക്കിയപ്പോ കണ്ടില്ല കഴിഞ്ഞ ആഴ്ച. ഞങ്ങൾ നാളെ വരാന്ന് ഓർത്തിട്ടായിരുന്നു. ആണല്ലേ? ഞങ്ങൾ ഒരു ദിവസം ഗൂഗിളിൽ നോക്കി. അപ്പൊ ഒരു ബൂസ്റ്റ് മിൽക്കിങ് കൂടി എടുത്തിട്ട് 3 പേർക്കും കൂടി കഴിക്കാലോ. ഏതാണ് വേണ്ടത്? ബൂസ്റ്റ് വേണോ? പിന്നെ ഏതാ? മിൽക്ക് സർബത്ത് എടുക്കാം. അതാ ഞാൻ പറഞ്ഞ മിൽക്ക് സർബത്ത്. ഒരു മിൽക്ക് സർബത്ത് ഒരെണ്ണം മേടിച്ചോണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം. ഇവിടെ മുന്തിരി ഗോലി സോഡ ഉണ്ട്, എനിക്ക് അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓറഞ്ച് ഗോലി, മാംഗോ ഗോലി സോഡ, അതൊക്കെ കഴിക്കണമെന്നുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴായിരിക്കും അതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാൻ കൊറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ചേച്ചിനെ.
നമ്മുടെ മിൽക്ക് സർബത്താണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീല ചെയ്തിട്ട് ഇവിടെ ഇടയ്ക്കുണ്ട് മുന്തിരി ഗോലി സോഡ, ഓറഞ്ച് ഗോലി സോഡ, മാംഗോ അതൊക്കെ ഉണ്ട്. മറ്റേ എന്ത് കുടിച്ചോ? വീഡിയോ എടുക്കണം എന്നെ കുടിക്കണം. നല്ലതാ. എന്താണ് ആവശ്യന്റെ ഭയങ്കര റിഫ്രഷിങ്. ഞാനിതാ പറഞ്ഞ ഭയങ്കര റിഫ്രഷിങ് ഭയങ്കര ഞാൻ വന്നപ്പോ തൊട്ട് പറയണായിരുന്നു മിൽക്ക് സർബത്ത് പറഞ്ഞാലാ. ഞാനങ്ങനെ മിൽക്ക് സർബത്ത് കുടിച്ചിട്ടില്ല, ഇവിടെ ഒന്നും കുടിച്ചിട്ടില്ല. മിൽക്ക് സർബത്താണോ മിൽക്ക് ഷേക്കാണോ? അടിപൊളി. 40 രൂപ ട്ടാ. പിന്നെ ഇവിടെയാണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ട് സർബത്ത് കൊടുക്കണ ഷോപ്പ് അല്ലേ കേരളത്തിൽ തന്നെ. ഒരു വായ എനിക്ക് മതി, പറഞ്ഞില്ല എത്രയേ ഉള്ളൂ. ഇവര് തന്നെയാണ് നന്നാറി സർബത്തിന്റെ. നമ്മൾ സർബത്ത് മേടിച്ചപ്പോ അതിന്റെ കളർ കണ്ട ക്ലിയർ സർബത്താണ്. നമ്മൾ എപ്പോഴും മേടിക്കുമ്പോ ഒരു ബ്രൗണിഷ് കളർ വരാറില്ലേ? നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ടൊക്കെ പോകാം. ഞാൻ പറയട്ടെ, മിൽക്ക് സർബത്ത് ഞാൻ വന്നപ്പോ ചെയ്തിട്ട് ഒരു മിൽക്ക് സർബത്ത് പറഞ്ഞാലോ എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി വേറെ കട ഷോപ്പിലൊക്കെ പോണം. ലൊക്കേഷൻ എവിടെയാണ് ചെയ്തിട്ടാ പറഞ്ഞു കൊടുക്കാൻ. പച്ചാളത്ത് വന്നാൽ ഞാൻ അപ്പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കട്ടെ. പൈസയൊക്കെ കൊടുത്തിട്ട് വായോ? കൊടുത്താ എത്ര രൂപ ടോട്ടൽ എത്ര രൂപ? ടോട്ടല് സോഡ സർബത്ത് ജിഞ്ചറും 53, പിന്നെ മറ്റേത് 40. അപ്പൊ 93. അപ്പൊ ഞാൻ അപ്പുറത്ത് പോട്ടെ ചെയ്തിട്ട് ഞങ്ങൾ പോണ് കേട്ടോ. ഇതാണ് ഷോപ്പ്. ഇവിടെ കാറിന് വന്ന കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. എന്താ കറക്റ്റ് പച്ചാളത്ത് തന്നെയാണ്. ഇവിടെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ വേഗം അങ്ങോട്ട് കിടക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ സർബത്ത് കട എങ്ങനെയുണ്ട്? നിങ്ങൾ രണ്ടാമത്തെ സർബത്ത് കട കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാമത്തെ കടയിൽ നിന്നൊരു സർബത്ത് കുടിക്കട്ടെ കേട്ടാ. ഒരെണ്ണം വാങ്ങിയാൽ മതി. നമ്മള് ഈ കടയിൽ നിന്നാണ് നമ്മള് സർബത്ത് മേടിക്കുന്നത്. അതായത് പുന്നക്കൽ അമ്പലത്തിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ്, ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. സൈഡിലാണ് കേട്ടോ കട. അപ്പൊ ആ ഷോപ്പിന്റെ പേര് തന്നെ വന്നിട്ട് പുന്നക്കൽ അമ്മാണ്. ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി പോട്ടെ. സൈഡിലാണ് കേട്ടോ വന്നിട്ട്. ഇവിടെ ഉത്സവം നടക്കുകയായിരുന്നു. കഴിഞ്ഞ ഉത്സവം വരുന്നു കേട്ടാ. ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്ഥിരം സർബത്ത് ഒന്ന് കുടിക്കാറ് അല്ലേ. ഭയങ്കര വലിയ ഗ്ലാസ് ആയിരിക്കും, വയറ് ഭയങ്കര ഫില്ലായിരിക്കും, ക്വാണ്ടിറ്റി കൂടുതലാണ്. കസ്കസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബ്രൗണിഷ് കളർ തന്നെയാണ്. ഗോൾഡൻ കളർ. അതൊരു വേറെ ഫ്ലേവർ ഉണ്ട്. നന്നാറിയുടെ ചെറിയ മാറ്റമുണ്ട്. അയ്യോ വേണ്ടെന്നോ.
ഒന്നും പറയാനില്ലല്ലോ. അടിപൊളി. എത്രയാ? 20 rupees ആണ്. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ നമ്മള് മൂന്നാമത്തെ കടയിലാണ്. അപ്പൊ ഈ സർബത്തുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ നമുക്ക് സർബത്ത് കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കുടിക്കാൻ വേണ്ടി പോണത്. പിന്നെ ഈ ഒരു സർബത്ത് ഒരു ബ്രൗണിഷ് കളർ തന്നെ, കസ്കസൊന്നുമില്ല. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടാ. ഒന്ന് കുടിച്ചു നോക്കട്ടെ. അടിപൊളി. നല്ല ചില്ലായിട്ടിരിക്കണ സർബത്ത്. അതായത് ഇപ്പൊ ചൂടല്ലേ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തണുത്തത് എന്തെങ്കിലും കുടിക്കാനായിട്ടായിരിക്കില്ലേ തോന്നുന്നത്. സർബത്തൊക്കെ കുടിക്കാൻ ഇങ്ങനെ കൊതിയാവൂലേ. ചെയ്തിട്ട് ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ടായി. വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ കൊതിപ്പിക്കുന്നുണ്ടായി. അപ്പോഴാണ് ഹൈലൈറ്റ് ആയിട്ട് ഈ ഗ്ലാസിനെ പറ്റി ചെയ്തിട്ടും പറഞ്ഞത് അല്ലേ. പിന്നെ നമ്മുടെ ഈ അലമാരിനെ പറ്റി, പലഹാരം വെച്ചേക്കുന്ന അലമാരി അല്ലേ. നല്ല തണുപ്പ്. കസ്കസും ഒന്നുമില്ല, പക്ഷെ സൂപ്പർ നാടൻ സർബത്ത്. അതെ, ചെയ്തതും പറഞ്ഞു. സർബത്തിരിക്കുന്ന കണ്ടാ ചെയ്തോ ഇരുട്ടാണ് അവിടെ. അവിടെ ഇരുന്നു. ഞാൻ പഴയ കാലത്ത് കുടിച്ച സർബത്തിന്റെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ആണോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ പഴയ. ലൈറ്റ് വന്നിട്ടുണ്ടോ? അടിപൊളിയാട്ടോ. നല്ല തണുത്തിരിക്കണില്ലേ, ചില്ലായിട്ടിരിക്കണില്ലേ. പിന്നെ ഇവിടുത്തെ സവാള സൂപ്പർ. ഇതൊക്കെയാണ് തൃപ്പൂണിത്തറ വരുമ്പോ ചെയ്തിട്ട് ഇതൊക്കെയാണ് കഴിക്കണം അല്ലേ. എങ്ങനെയുണ്ട്? എന്താ ജിലേബി, ലഡു എല്ലാം ഉണ്ട് കേട്ടാ. അലമാരിയാണ് അടിപൊളി. അല്ല തൃപ്പൂണിത്തറ എന്താ നമ്മുടെ ഈ കട വന്നിട്ട് അല്ലേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗ്ലാസും ഇതാണ് കേട്ടോ ഷോപ്പ് വന്നിട്ട്. അപ്പൂസ് ഉടുപ്പി അങ്ങനത്തെ റെസ്റ്റോറന്റ്, സ്വീറ്റ് സ്നാക്സ്. ഭയങ്കര വെയില്, അതൊന്നും നോക്കാൻ പറ്റണില്ല. ചെയ്തിട്ട് ബില്ലൊക്കെ പേ ചെയ്തിരുന്ന ഒരു ഇത് വേണമെന്ന് പറഞ്ഞു. പഴംപൊരി പാഴ്സൽ. നമ്മുടെ കറി വേൾഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായി. കറി വേൾഡിന്റെ ഇവിടെ നമുക്ക് കറിയൊക്കെ മേടിച്ചിട്ടുണ്ടോ. അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു കട വന്നിട്ട്. പറഞ്ഞോണ്ട് അപ്പൊ ഇതൊക്കെയാണ് ചൂടത്ത് മിസ്സാക്കാൻ പറ്റാത്ത 3 ഷോപ്പ് ഇട്ട്. അടിപൊളി സർബത്താണ്. ഞങ്ങൾ സ്ഥിരം വന്ന് കഴിക്കണ കടയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാ പോരെ 3 കടകളിലെ എന്താ പ്രത്യേകതാന്നൊക്കെ. അപ്പൊ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പച്ചാളത്ത് പോയിട്ട് നമ്മള് സർബത്ത് കുടിച്ചില്ല. അതെന്ന് പറഞ്ഞാൽ ക്ലിയർ സർബത്താണ്. അത് ഇതൊക്കെ ഒരു പറഞ്ഞ ഗോൾഡൻ ബ്രൗണിഷ് കളറൊക്കെ വരില്ലേ. കസ്കസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു ഫ്ലേവർ. സർബത്ത് ഒരു കടയിൽ നിന്നും കഴിച്ചിട്ടില്ല. പക്ഷെ തണുപ്പ് കുറവായിരുന്നു, വളരെ തണുപ്പ് കുറവായിരുന്നു. തണുപ്പും കൂടി ഉണ്ടെങ്കിൽ ഇത്. പിന്നെ നമ്മള് തൃപ്പൂണിത്തറ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പ്, ചില്ലാണ്. കസ്കസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഈ കട സ്ഥിരം കഴിക്കണ, എനിക്ക് എവിടെ പോയി കഴിക്കണേലും കൂടുതൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതൽ കഴിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. കാരണം ഒരു ഗ്ലാസ് നിങ്ങൾ കണ്ടില്ലേ, വയറങ്ങോട്ട് ഫില്ലാവും. ഈ 2 കടകളിലും വെച്ച് എനിക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മറ്റേ പച്ചാളത്ത് പോയതും തൃപ്പൂണിത്തറ പോയതും ക്വാണ്ടിറ്റി ഇവിടെ കൂടുതൽ. പിന്നെ നന്നാറിയുടെ വേറൊരു ഡിഫറൻസ് ഉണ്ട്.
അപ്പൊ ഇനി എനിക്ക് എന്താണ് കൂടുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പച്ചാളത്ത് തന്നെയാണ്. കാരണം ഇതുവരെ ഒരു കടയിൽ നിന്നും കിട്ടാത്തൊരു ടേസ്റ്റ് ആണ്. പിന്നെ ഓക്കെ ഒരു പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ കൂടുതല്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നിസ്സാരം ബൈ. ബൈ. പിന്നെ ഈ 3 കടകളിലും നിങ്ങൾ ഏതെങ്കിലും കടയിൽ നിന്ന് സർബത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടെ ചെയ്യൂട്ടാ.